ഇന്ത്യൻ മുസ്ലിമിന്റെ അതിജീവനം ആരുടെ കയ്യിലാണ്? ഡൽഹി കത്തുമ്പോൾ നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്ന കെജ്രിവാളുമാരും അനങ്ങാൻ കഴിവില്ലാത്ത പ്രതിപക്ഷവും എങ്ങനെയാണ് ഫാസിസത്തിന്റെ ഭീകരതയെ തടഞ്ഞു നിർത്തുക? ഈ ആശങ്ക ചെറുതല്ല. രാജ്യതലസ്ഥാനം ഈ ഭയത്തിൽ ഞെട്ടിവിറങ്ങലിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ഉന്മൂലനവും സമാധാനാഹ്വാനവും വരുന്നത് ഒരേ ഉറവിടത്തിൽ നിന്നായാൽ എവിടെയാണ് ഇനി ജനം? ആ തീ ആളിക്കത്താൻ സഹായം നൽകിയത് ആരാണ്? मैं अपने बच्चे को लेकर भाग गया उधर पीछे गली से। मैं नहीं जानता क्या हुआ, ये सब लूट गया हमारा से बहुत पैसे नीचे रखी थी, कुछ भी नहीं छोड़ा। सिलेंडर विलेंडर सब गायब कर दिया, राशन पानी बर्तन बासन तक कुछ नहीं छोड़ा, चूल्हे तोड़ दिए। भैया ये सीएए के विरोध में बैठे हुए हैं लोग, ये एकदम इन्होंने उग्र हो गए और इनकी संख्या इतनी ज्यादा थी कि बस आप पूछो मत, कितनी ज्यादा संख्या थी कि एकदम संख्या में आके इन्होंने यहाँ पेट्रोल पंप में आग लगाई है, सारी गाड़ियों में आग लगा दी, सामने मारुति का शोरूम है उसमें आग लगा दी, एटीएम उखाड़ के ले गए, जिम का सारा सामान चुरा के ले गए। मतलब इन्होंने बहुत ज्यादा उतारी है, बहुत लूटपाट हुई है, बहुत ज्यादा लूटपाट हुई है। ये जो भीड़ आई थी इनको हमने आज तक कहीं से देखा ही नहीं है, दूर तक नहीं देखे ये चेहरे कहाँ से थे। ये वो सब बाहर से थे, यानी यहाँ का कोई भी लोकल आदमी नहीं था वो। അമേരിക്കൻ പ്രസിഡന്റിന് ആതിഥ്യമരുളി എന്ന പേരിലല്ല, മറിച്ച് മതം നോക്കി പേര് തിരഞ്ഞ് മനുഷ്യനെ കത്തിച്ചു എന്ന പേരിലാകും ഡൽഹിയിലെ ഫെബ്രുവരി 24 രേഖപ്പെടുത്തുക. പരസ്പരം പ്രശംസ കൊണ്ട് മൂടുകയായിരുന്നു പകൽ വെളിച്ചത്തിൽ മോദിയും ട്രംപും. എന്നാൽ അതേ സമയത്ത് രാത്രിയിൽ സമരക്കാരെ അടിച്ചൊതുക്കാനുള്ള നിർദ്ദേശങ്ങളിലേക്കും നീക്കങ്ങളിലേക്കും കടക്കുകയായിരുന്നു BJP നേതാക്കൾ. ഡൽഹി തെരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയ പരാമർശങ്ങൾ ആളിക്കത്തിച്ച അതേ BJP നേതാക്കൾ ജാഫ്രാബാദിലെ സമരക്കാരെ തുടച്ചു നീക്കാനുള്ള നിർദ്ദേശമായി അണികൾ ഏറ്റെടുക്കുക കൂടിയായിരുന്നു. പേര് ചോദിച്ച് മുസ്ലിങ്ങളുടെ വീടുകളിൽ കയറിപ്പറ്റിയവർ, വീടുകളിൽ കയറി മുസ്ലിം സ്ത്രീകളോട് സിന്ദൂരം തൊടാൻ ആജ്ഞാപിച്ചവർ, അക്രമം അഴിച്ചുവിട്ടത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പോലീസിനെ മുന്നിൽ നോക്കുകുത്തികളാക്കി നിർത്തിക്കൊണ്ടാണ്. സമരത്തിന് പോലീസിന്റെ സമ്മതമുണ്ടായിരുന്നുവെന്ന ആരോപണം വെറും ആരോപണം മാത്രമായി ചുരുങ്ങാത്തത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം, ആ കലാപത്തിന് കാരണക്കാരും അത് അടച്ചമർത്താൻ പരാജയപ്പെട്ടതും പോലീസ് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കിയത്തോളം കലാപകാരികൾക്ക് കൂട്ടുനിൽക്കുക കൂടി പോലീസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കലാപം എന്നുള്ള ഒരുക്കങ്ങൾ നടന്നത് ട്രാക്ടറുകളിലും മറ്റുമൊക്കെ കല്ലുകൾ കൊണ്ടുവന്നിട്ട് സ്ട്രാറ്റജിക്കായിട്ടുള്ള പോസ്റ്റുകളിലൊക്കെ വെച്ചു പല സ്ഥലങ്ങളിലായിട്ട്. പോലീസിന് മുന്നിലാണല്ലോ നമ്മൾ കൊണ്ടുവന്ന് കല്ലിറക്കണ കാണുമ്പോൾ അതിനെതിരായിട്ട് നടപടി എടുക്കണ്ടേ? നടപടി എടുത്തില്ലല്ലോ. രണ്ടാമത് ഉള്ളൊരു കാര്യം, മരിച്ച ഒരുപാട് പേര് വെടിയേറ്റാണ് മരിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തോക്കുധാരികളായിട്ട് ആൾക്കാർ പോയിരുന്നു എന്നാണ്. അത് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇവിടെ നിൽക്കുമ്പോൾ വന്നിട്ടുള്ള സമയത്ത് തോക്കുമായിട്ട് ജനങ്ങൾ ഇന്ത്യയുടെ തലസ്ഥാനത്ത് തിരിഞ്ഞു കളിക്കണം. 4 അമേരിക്കൻ പ്രസിഡന്റ്മാരെ വെടിവെച്ച് വന്ന ചരിത്രം നമുക്കുണ്ട്. അല്ലേ? പോലീസ് ഒരു ജാഗ്രതയും കാണിച്ചില്ല എന്ന് കോടതി പറഞ്ഞിട്ട് ഇപ്പോൾ കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഷൂട്ടഡ് സൈറ്റ് തൊട്ടുള്ള കാര്യങ്ങൾ അന്നേ നടപ്പാക്കേണ്ടതായിരുന്നു. അന്ന് നിയമത്തെ അനുകൂലിക്കുന്ന ആളുകളും പ്രതികൂലിക്കുന്ന ആളുകളും എന്ന് പറഞ്ഞിട്ട് 2 സമുദായക്കാർ മുഖാമുഖം നിൽക്കുകയാണ്. ഇതൊരു സാമുദായിക പ്രശ്നമാണ് എന്നാക്കേണ്ട ആവശ്യം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്.
BJPക്ക് ഉണ്ട്. ആ സമരക്കാരുടെ നേരെ ഒരു ചെറുപ്പക്കാരൻ വെടിവെക്കുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു. അവിടെയുള്ള വലിയ പ്രശ്നം ആൾക്കൂട്ടത്തിന്റെ അക്രമത്തെക്കാൾ വലിയ പ്രശ്നം അവിടുത്തെ പോലീസ് ഇതിന് സാക്ഷികളായി നിൽക്കുന്നു എന്നുള്ള. കപിൽ മിശ്ര എന്ന് പറയുന്ന BJPയുടെ നേതാവ് കലാപത്തിന് ലഹളയ്ക്ക് ആഹ്വാനം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ നേരെ നടപടിയെടുക്കാൻ സമയമായിട്ടില്ല എന്ന് പറയുന്ന ഒരു കോടതിയാണ് ഈ നാട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് പോലീസിനെ വിശ്വാസമില്ല, കോടതിയെ വിശ്വാസമില്ല, ഗവൺമെന്റിനെ വിശ്വാസമില്ല. നമ്മൾ എന്തിൽ വിശ്വസിക്കും? കലാപം കത്തിത്തുടങ്ങുമ്പോൾ ഡൽഹിയിലുണ്ടായിരുന്ന ഡൊണാൾഡ് ട്രംപും സ്ഥലം വിട്ട് മരണസംഖ്യ 20 മുകളിലേക്ക് സ്ഥിരീകരിച്ചും കഴിഞ്ഞ് കോടതിയുടെ ഇടപെടലും കഴിഞ്ഞ് 3-ാം നാളിൽ ഉയിർത്തെണീറ്റ് വരികയായിരുന്നു ഡൽഹിയിലേക്ക് അജിത് ഡോവൽ. ഡൽഹിയുടെ സുരക്ഷാ ചുമതല കേന്ദ്രം നേരിട്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇനി നഗരം കത്തുന്നോ അണയുന്നോ എന്ന് ഡോവൽ തന്നെ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിയെയും നേരിട്ട് ധരിപ്പിക്കട്ടെ. അതിന്റെ ഭാഗമായി ഡൽഹി സന്ദർശിച്ച ഡോവൽ ആദ്യം ചെയ്തത് പോലീസിന് ക്ലീൻ ചിറ്റ് കൊടുക്കലാണ്. ഒപ്പം അക്രമബാധിത പ്രദേശങ്ങളിലെത്തി പ്രദേശവാസികളോട് സംസാരിച്ച് സമാശ്വസിപ്പിച്ചതിന്റെ ചിത്രങ്ങളും ആഘോഷമായി പുറത്തുവിട്ടു. People are satisfied. And are speaking peace and love. Any message to the people on the other side who feel that there is a fear? There is no matter. So the situation is under control, sir. അമേരിക്കയുടെ ഭരണത്തലവൻ രാജ്യതലസ്ഥാനം സന്ദർശിക്കുമ്പോൾ ഒരു പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചാൽ തന്നെ നോക്കി നിൽക്കുമായിരുന്നു പോലീസ്. ആ പോലീസ് ഡൽഹി നഗരം കത്തിച്ചപ്പോൾ അനങ്ങാതെ നിന്നത് മാധ്യമപ്രവർത്തകരുടെ പേരുകൾ പോലും മുസ്ലിം അല്ലെന്ന് ആൾക്കൂട്ടം ഭീഷണിപ്പെടുത്തി ചോദിച്ചുറപ്പ് വരുത്തുമ്പോൾ മാറി നിന്നത് ഭീഷണിക്കൂട്ടത്തിന് സൗകര്യമൊരുക്കാനാണെന്ന് എന്തിന് സംശയിക്കാതിരിക്കണം? നിങ്ങൾ തന്നെ കത്തിക്കുകയും നിങ്ങൾ തന്നെ കാവലിരിക്കുകയും ചെയ്താൽ നിങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കേണ്ടി വന്നില്ലേ ഒടുവിൽ ഡൽഹിയിലെ മുസ്ലിം ജനതയ്ക്ക്? നാണം കെട്ടത് ഒരു രാഷ്ട്രത്തിന്റെ ജനാധിപത്യമാണ്. മോഡൽ പോലീസ് എന്ന ഖ്യാതിയിലേക്ക് എത്തിയ ഡൽഹി പോലീസാണ് മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നത്. കൊള്ളയും കൊലയും ബലാത്സംഗവും അന്വേഷിച്ച് കണ്ടെത്താനും കുറ്റവാളികളെ പിടിക്കാനും കഴിവുള്ള ഡൽഹി പോലീസിന് വർഗീയ കലാപം കൈകാര്യം ചെയ്ത് പരിചയമില്ല എന്നത് സത്യം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥനും IB ഉദ്യോഗസ്ഥനും അടക്കമുള്ളവർ കൊല്ലപ്പെട്ടതും. വടികളും ഇരുമ്പ് ദണ്ഡുകളുമായി എത്തിയ അക്രമികൾക്ക് മുന്നിൽ മൂകസാക്ഷികളായി നിന്നുപോയതിന് പക്ഷേ കാരണം മുൻപരിചയമില്ലായ്മ മാത്രമല്ല. ഇതിനു മുൻപും വിവാദങ്ങൾ ഉയർന്നപ്പോൾ, സംഘർഷബാധിതമായപ്പോൾ ഇതേ പോലീസ് നിലപാട് ചോദ്യം ചെയ്യപ്പെട്ടതാണ്. ഡൽഹി കലാപത്തിനു മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തിയ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയ്ക്കുള്ളിൽ കയറി വിദ്യാർത്ഥികളെ മർദ്ദിച്ചതും JNU വിദ്യാർത്ഥികളെ ഹോസ്റ്റലിലെത്തിയ മുഖംമൂടി സംഘം നടത്തിയ ആക്രമണത്തിൽ നടപടിയെടുക്കാത്തതിലും വിമർശനങ്ങൾ എത്രയോ ശക്തമായി ഉയർന്നതാണ്. ആരുടെ പോലീസാണ്? കേന്ദ്രത്തിന്റേത് തന്നെയാണ്. സംശയം എന്തിന്? दिल्ली में आग लगी रहे, ये यही चाहते हैं, इसीलिए इन्होंने रास्ते बंद किए, इसीलिए दंगे जैसा माहौल बना रहे हैं. हमारी तरफ से एक भी पत्थर नहीं चला है. CCP साहब हमारे सामने खड़े हैं. मैं आप सबके बिहाफ पे ये बात कह रहा हूँ, ट्रंप के जाने तक तो हम शांति से जा रहे हैं, लेकिन उसके बाद हम आपकी भी नहीं सुनेंगे अगर रास्ते खाली नहीं हुए तो. ठीक है, आज जब तक रास्ता खाली करवा रहे हैं, ट्रंप के जाने तक आप जाफराबाद और चांदबाग खाली करवा लीजिए, ऐसी आपसे विनती कर रहे हैं. उसके बाद हमें रोड पे आना पड़ेगा. ठीक है, भारत माता की जय, माता की जय.
ആളിക്കത്തിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു BJPയുടെ പ്രമുഖ നേതാക്കൾ. അതിൽ വെറുപ്പ് മാത്രമാണ്, ഭീഷണി മാത്രമാണ് ഉണ്ടായിരുന്നത്. സംഘർഷ സാധ്യതയുണ്ടാകുമെന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കുകയായിരുന്നു പോലീസ്. സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഒരു തവണയല്ല 6 തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിക്കപ്പെട്ടെങ്കിൽ ആക്രമണം നടന്ന ദിവസം മാത്രം പോലീസ് കൺട്രോൾ റൂമിലേക്ക് വന്ന ആയിരക്കണക്കിന് സന്ദേശങ്ങൾ കാണാൻ പോലീസിന് കണ്ണുണ്ടായിരുന്നില്ലെങ്കിൽ ഇതെല്ലാം അവസാനിച്ചത് കൂട്ടപ്പലായനങ്ങളിലും ജീവനുകൾ ഇല്ലാതാകലിലുമാണെങ്കിൽ പോലീസിന്റെ ഈ കൃത്യവിലോപനം ഏതു വകുപ്പിലാണ് ചാർത്തേണ്ടത്? എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? ആക്രമണത്തിൽ, അപകടത്തിൽ പോലീസിനെ ആശ്രയിക്കാമെന്ന ഒരു ജനതയുടെ വിശ്വാസമാണ് ഇതോടെ ഇല്ലാതായത്. ഡൽഹിയിൽ കലാപം കത്തുമ്പോൾ അക്രമത്തെ അപലപിക്കുക പോലും ചെയ്യാതെ സവർക്കറെ പ്രകീർത്തിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അമിത്ഷാ. ആദ്യം ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതിക്കൊടുത്ത് തടിയൂരിയ ആളെ ഇരട്ട ജീവപര്യന്തം കിട്ടിയ ഒരേയൊരു സ്വാതന്ത്ര്യ സമര പ്രവർത്തകനെന്ന് കേന്ദ്രമന്ത്രി മഹത്വവൽക്കരിക്കുമ്പോൾ സവർക്കറുടെ അണികൾ അതേസമയത്ത് തലസ്ഥാനത്ത് പലയിടത്തും തീയിടുകയായിരുന്നു. രാഹുൽ ഗാന്ധി ഇല്ലാത്ത കോൺഗ്രസും തീയാറിത്തണുത്ത് പ്രതിഷേധത്തിനിറങ്ങുകയും ഷായുടെ രാജി ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴേക്ക് വർഷങ്ങളുടെ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് എത്രയോ പേർ ഓടിപ്പോയി കഴിഞ്ഞു. എത്ര ജീവനുകൾ ഒടുങ്ങിയും തീർന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ മുന്നിൽ വെച്ചത് മോദിയെയാണെങ്കിലും നിറഞ്ഞു നിന്നത് അമിത്ഷായാണ്. ലഘുലേഖകൾ വിതരണം ചെയ്തും റോഡ് ഷോകളിൽ തരംഗമായും ജനങ്ങളിലേക്ക് നിറഞ്ഞു നിന്ന അമിത്ഷാ ഈ കലാപകാലത്ത് എവിടെയായിരുന്നു എന്ന് ചോദിക്കണ്ടേ? കപിൽ മിശ്രയും അനുരാഗ് താക്കൂറും പർവേഷ് വർമ്മയുമൊക്കെ ആൾക്കൂട്ടത്തെ പ്രകോപിതരാക്കാൻ പ്രസംഗം നടത്തിയപ്പോൾ അതൊന്നും തിരുത്തിയല്ല, പ്രോത്സാഹിപ്പിച്ചും കൂടെ നിർത്തിയുമാണ് BJPയും കേന്ദ്ര സർക്കാരും നിലപാട് വ്യക്തമാക്കിയത്. IB ഉദ്യോഗസ്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ആം ആദ്മി പാർട്ടി കൗൺസിലർ താഹിർ ഹുസൈനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു. പക്ഷേ BJP നേതാക്കൾക്കെതിരെയില്ല. അജിത് ഡോവൽ രംഗത്തിറങ്ങുന്നതുവരെ കലാപം കലുഷിതമാക്കാൻ മൂകസാക്ഷിയായി നിന്ന പോലീസിനെ തിരുത്താനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉണ്ടായില്ല. ഡൽഹി കത്തുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് മുഖപത്രമായ സാമ്നയിലൂടെ ശിവസേന ആഞ്ഞടിച്ചിട്ടുണ്ട്. ഷാ രാജിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും രംഗത്തെത്തി. എല്ലാം പക്ഷേ കലാപശേഷം, മരണസംഖ്യ 40 കടന്ന ശേഷം. അക്രമം നടക്കുമ്പോൾ എന്തുകൊണ്ട് ആ സമയങ്ങളിലൊന്നും അമിത്ഷാ ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ചോദ്യം. പ്രതിപക്ഷം ഈ ചോദ്യമാണ് പാർലമെന്റിൽ ഉയർത്തേണ്ടതെന്ന് ശിവസേന കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നു. ഈ പ്രതികരണങ്ങളുടെ എല്ലാം വികാരം രാഷ്ട്രീയമാണ്. പക്ഷേ ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് പ്രതിരോധിക്കാൻ BJPയുടെ ചാണക്യന് അത്ര എളുപ്പമായിരിക്കുമോ? മോദിയല്ല, പ്രതിക്കൂട്ടിൽ മുന്നിൽ നിൽക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയാണ്. കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിലെങ്കിൽ ഈ അക്രമശേഷം വെച്ചു പൊറുപ്പിക്കുമായിരുന്നു കേന്ദ്രമന്ത്രിയെ ആ കസേരയിൽ? ചോദ്യമല്ലേ, ഉത്തരമുണ്ടോ BJPക്ക്? പ്രതിപക്ഷം ദുർബലമാണ്, അല്ലെങ്കിൽ അപ്രസക്തമാണ്. രാഹുൽ ഗാന്ധി അപ്രത്യക്ഷനായിരിക്കുന്ന സമയങ്ങളിലൊന്നാണ്. പ്രിയങ്കയുടെ പ്രതികരണങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നില്ല പലായനം ചെയ്യപ്പെടുന്ന ജനത. ഡൽഹിയിൽ തുലോം സ്വാധീനമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയായ കോൺഗ്രസ് കലാപം ആറിത്തണുത്തപ്പോഴാണ് അമിത്ഷായുടെ രാജി ആവശ്യവുമായി വന്നത്. പിന്നെയും കഴിഞ്ഞ് വസ്തുതാന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും റിപ്പോർട്ട് തേടാൻ സോണിയാഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇനി ആ റിപ്പോർട്ടിൽ പ്രതീക്ഷിക്കാവുന്നത് ഒരു വാർത്താ സമ്മേളനമോ 1-2 ധർണകളോ ആണ്. അതിനപ്പുറം എന്ത്? ശബ്ദമുയർത്തുന്ന പ്രതിപക്ഷം കഴിഞ്ഞ കാലം മാത്രമെന്നതും പേടിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് പാർട്ടി ഒരു പ്രതീകമായ ഒരാളെ മുന്നിൽ കൊണ്ടുവന്നിരുന്നു.
പൊതുവെ അത് ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്നാണ്. അതിൻ്റെ ഒന്നും ആവശ്യം കോൺഗ്രസ്സിനില്ല. കാരണം കോൺഗ്രസ്സാണ് ഇന്ത്യയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സെക്കുലറായിട്ടുള്ള പാർട്ടി. ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണല്ലോ നിൽക്കുന്നത്. കോൺഗ്രസ് CAക്കെതിരാണ്, കോൺഗ്രസ് NPRനെതിരാണ്, കോൺഗ്രസ് NCRനെതിരാണ്. ശക്തരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ, അവർക്ക് ശക്തമായിട്ടുള്ള അഭിപ്രായമുള്ള സ്ഥലങ്ങളിൽ ഒരു രാഹുൽ ഗാന്ധി നമുക്ക് വേണ്ട. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ വെക്കേഷൻ സ്വഭാവം അത് ഇനി വലിയ ഗുണം ചെയ്യൂല. അത് കോൺഗ്രസിന് ദോഷം ചെയ്യും. എന്ത് ചെയ്തു കെജ്രിവാളും പാർട്ടിയും? ഫാസിസത്തെ എതിർക്കുകയല്ല, അതിനോട് മുഖം തിരിച്ചു നിന്ന് വോട്ട് നേടാമെന്ന ഡിപ്ലോമസി പ്രവർത്തിച്ച് വിജയിപ്പിച്ചയാളാണ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടി. ഡൽഹി കത്തിയെരിയുമ്പോഴും മുസ്ലിം വിരുദ്ധ കലാപത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ ആ പ്രാക്ടിക്കൽ ഡിപ്ലോമസി വീണ്ടും ഉയർത്തിപ്പിടിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ നയമെന്ന് ആവർത്തിക്കുകയാണ് കെജ്രിവാൾ. कहने से दंगे वालों को सजा मिलेगी क्या? इससे सजा मिलेगी? ऐसे क्रिमिनल जस्टिस सिस्टम चलेगा हमारा? उठा के जेल में डालो जो भी दोषी हैं, उनके वाले दोषी हैं उनको डालो, हमारे वाले दोषी हैं डबल सजा दो उनको, किसी को बख्शो मत. राजनीति करना बंद करो. देश की सुरक्षा के साथ, देश के साथ राजनीति करना बंद करो. നാട് കത്തിയേരിയുകയായിരുന്നു. ഡൽഹിയിലെ മുസ്ലിം ജനത അതിജീവനത്തിനായി വെപ്രാളപ്പെടുകയുമായിരുന്നു. അക്രമം തന്നെ നിയമപാലകരുടെ സ്പോൺസേഡ് പ്രോഗ്രാമാണോ എന്ന ഭയത്തിൽ ജനത ഉഴറുമ്പോൾ തീർത്തും സുരക്ഷിതവും എന്നാൽ അതിപ്രായോഗികവുമായ നിലപാടെടുത്ത് സേഫ് സോണിൽ നിൽക്കുകയായിരുന്നു അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയും. അത് പുതിയ നിലപാടല്ല. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളിലും ഡൽഹി തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടി സ്വീകരിച്ച അതേ പ്രായോഗിക നിലപാടുണ്ടല്ലോ, അത് തന്നെയാണ് ഡൽഹി കത്തിയെരിയുമ്പോഴും കെജ്രിവാളിന്റെ നയം. അതായത് മൗനം വിദ്വാന് ഭൂഷണം. വേണമെങ്കിൽ നാട് കത്തിയെരിയുമ്പോൾ ഗാന്ധി സമാധിയിൽ പോയി പ്രാർത്ഥിക്കാൻ അദ്ദേഹം തയ്യാറാണ്. മുസ്ലിം വിരുദ്ധ കലാപത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ പ്രായോഗിക മൗനം തുടർന്ന് അതിനെ മതേതര രാഷ്ട്രീയമെന്ന് വിളിക്കാൻ മടിയില്ലാത്തയാളാണ് കെജ്രിവാൾ. നടത്തുന്നത് സാധാരണക്കാരുടെ അതിജീവന പോരാട്ടത്തിൽ മൗനിയായിരുന്നു കൊണ്ടുള്ള തനി രാഷ്ട്രീയ കളി മാത്രം. പലരും കെജ്രിവാളിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം CAക്കും NCRനും NPRനും ഒക്കെ എതിരല്ല. അത് തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ലോക്സഭയിൽ വോട്ട് ചെയ്തതല്ല അതിനെതിരായിട്ട്. ഇപ്പം പിന്നെ കലാപത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അത് ശരിയല്ല. അദ്ദേഹത്തിന് വലിയ റോളില്ലല്ലോ. പോലീസ് അദ്ദേഹത്തിൻ്റെ കീഴിലല്ല. അതാണ് ഡൽഹി. അപ്പോൾ ഉടനെ ഡൽഹിക്ക് പൂർണ്ണമായിട്ടുള്ള സ്റ്റേറ്റ്ഹുഡ് കൊടുത്തുകൊണ്ട് ഡൽഹിക്ക് പോലീസ് അവിടുത്തെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയുടെ കീഴിലോട്ട് വരുത്തണം. അതുകൊണ്ട് ഇനി കെജ്രിവാൾ ഇപ്പം തന്നെ കെജ്രിവാൾ ഉപരോധം നടത്തി നോക്കിയോ, രാജ്ഭവനിലോട്ട് പുറപ്പെട്ടല്ലോ. അദ്ദേഹത്തിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ. അതുകൊണ്ട് ഒറ്റയടിക്ക് കെജ്രിവാളിനെ കല്ലെടുത്തെറിയാൻ ഞാൻ തയ്യാറില്ല. കലാപബാധിത പ്രദേശങ്ങളിലൊന്നും ഒരാശ്വാസ വാക്കുമായി പോലും ആം ആദ്മി പാർട്ടിക്കാരെയോ MLA-മാരെയോ കണ്ടില്ല. ഇത്ര വമ്പിച്ച ജനപിന്തുണയിൽ ജയിച്ചതോടെ ജനകീയ ധാർമ്മികത എന്ന വാക്ക് കെജ്രിവാളിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും നിഘണ്ടുവിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. ദിവസങ്ങളോളം ഡൽഹി കത്തിയെരിഞ്ഞപ്പോൾ നശിച്ച പ്രതീക്ഷ ഒടുവിൽ രാജ്യം ഉറ്റുനോക്കിയത് ജുഡീഷ്യറി നടത്തിയ ആ അർദ്ധരാത്രിയിലെ ഇടപെടലിലേക്കാണ്. ആ രൂക്ഷ വിമർശനത്തെ തുടർന്നാണ് നടപടികളിലേക്ക് അതിവേഗം പോലീസ് കടന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഡൽഹി പോലീസിന്റെ ഒത്തുകളിയെ ചോദ്യം ചെയ്ത അതേ കോടതി ഇരുട്ടി വെളുക്കും മുൻപ് നിലപാട് മാറ്റുന്നത് രാജ്യം കണ്ടു. അഭയമില്ലാത്തവർ ഉറ്റുനോക്കേണ്ടത് ഇനി എന്ത് നീതിയാണ് എന്ന ചോദ്യം കൂടി ബാക്കിയാവും. 1984 സിഖ് കലാപകാലത്തെ പോലെ വംശഹത്യ ഇനി ഉണ്ടാകാൻ അനുവദിക്കില്ല. സുബേദ ബീഗത്തെ അമിക്കസ് ക്യൂറിയായി നിരീക്ഷിക്കണം. അക്രമത്തിന് ആഹ്വാനം ചെയ്ത BJP നേതാവ് കപിൽ മിശ്രയടക്കം എല്ലാ ആളുകൾക്കുമെതിരെ കേസെടുക്കണം. ഹൈക്കോടതി ചോദ്യം ചെയ്തത് ഡൽഹി പോലീസിന്റെ നിഷ്ക്രിയത്വത്തെയാണ്, ഒത്തുകളിയെയാണ്. ഫലത്തിൽ ആ പോലീസിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര നേതൃത്വത്തെ തന്നെയാണ്. പക്ഷേ അതേ കോടതി ഇരുട്ടി വെളുക്കും മുൻപേ നിലപാട് മാറ്റി. അരക്ഷിതത്വത്തോടെ കണ്ടു ഒരു രാജ്യം തൊട്ടടുത്ത ദിവസം വെളുക്കും മുൻപേ ജസ്റ്റിസ് മുരളീധറിന്റെ സ്ഥലം മാറ്റം.
നിർഭയനായ ജഡ്ജിയെപ്പോലും സ്ഥലം മാറ്റാൻ കഴിയുന്ന രാഷ്ട്രീയ ധാർഷ്ട്യം ജുഡീഷ്യറിയെപ്പോലും ഉദ്യോഗസ്ഥരാക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയർത്തിയത്. തീർച്ചയായിട്ടും അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ് കോടതിയുടെ ഈ ചുവടുമാറ്റം എന്ന് പറയുന്നത്. കൃത്യമായ നിയമത്തെ അനുസരിച്ചിട്ടാണ് കോടതികൾ നീങ്ങേണ്ടത്. എക്സ് എന്ന് പറയുന്ന ജഡ്ജി ഇരുന്നാലും വൈ എന്ന് പറഞ്ഞ ജഡ്ജി ഇരുന്നു കഴിഞ്ഞാലും ഒരു പ്രത്യേക സംഭവം നടക്കുമ്പോൾ, ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ എടുക്കുന്ന ആക്ഷൻ ഒന്നായിരിക്കണം. എന്നാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം എക്സ് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഉത്തരവും വൈ ഇരിക്കുമ്പോൾ മറ്റൊരു രീതിയിലുള്ള ഉത്തരവെന്നുമാണ്. ഇത് കൃത്യമായി ഞങ്ങൾ ഇങ്ങനെ തന്നെയാണെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. സ്ഥലം മാറ്റ ഉത്തരവ് നേരത്തെ ഉണ്ടായിരുന്നതാണ്. ജസ്റ്റിസ് മുരളീധർക്ക് സമയവും ട്രാൻസ്ഫർ ആകാമായിരുന്നു. പക്ഷെ അത് വന്ന സമയം നോക്കൂ. ഈ അർദ്ധരാത്രിക്കാണ് ഒരു ജഡ്ജിയുടെ, ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ട്രാൻസ്ഫർ ഉത്തരവ് വരുന്നത്. ഇദ്ദേഹം എന്താണ് ചെയ്തത്? കൈക്കൂലി മേടിച്ചോ? അതോ നിയമം അനുശാസിക്കുന്ന രീതിയിലല്ല എന്തെങ്കിലും ചെയ്തോ? ഒരൊറ്റ കാര്യമേ നമുക്ക് അതിനകത്ത് പറയാനുള്ളൂ. ഗവൺമെന്റിന് താല്പര്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഉത്തരവുണ്ടായി എന്നത് മാത്രമാണ്. ന്യായീകരണം ഉയർത്തുന്നവർക്ക് പറയാനുള്ളത് ഫെബ്രുവരി 12 സ്ഥലം മാറ്റത്തിനുള്ള കൊളീജിയം ശുപാർശയാണ്. ഇതിനെതിരെ അന്ന് തന്നെ അഭിഭാഷകരുടെ കോടതി ബഹിഷ്കരണം വരെ പ്രതിഷേധം നീങ്ങിയതുമാണ്. കോടതിയിൽ പരാമർശം നടത്തിയ ദിവസം രാത്രി തന്നെ ആ ശുപാർശ അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുമ്പോൾ എന്തിനായിരുന്നു ആ തിടുക്കം എന്നതാണ് ചോദ്യം. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുമെന്ന സാധ്യതയിലും രാത്രി ഉത്തരവിറക്കാൻ തക്ക സാഹചര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അടിയന്തര സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. സർക്കാരിനെതിരെ ജസ്റ്റിസ് മുരളീധർ ഉയർത്തിയ രൂക്ഷ വിമർശനങ്ങൾ തന്നെ കാരണം. വിദ്വേഷ പ്രസംഗം നടത്തിയ BJP നേതാക്കൾക്കെതിരെ ഉടൻ കേസെടുക്കണമെന്ന മുരളീധറിന്റെ നിർദ്ദേശം തന്നെ കാരണം. പ്രതികാര നടപടിയല്ല എന്ന് ആവർത്തിക്കാൻ BJP നേതാക്കൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ചുമതലയേൽക്കാൻ സമയം പോലും അനുവദിക്കാതെയാണ് സ്ഥലം മാറ്റ ഉത്തരവ്. 14 ദിവസം വരെ സമയം അനുവദിക്കുന്ന സാധാരണ സാഹചര്യങ്ങളിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? രാജ്യ തലസ്ഥാനത്തെ ഹൈക്കോടതി ഇടപെട്ടു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ കോടതികളിൽ ആരൊക്കെയോ ഇടപെടുന്നു എന്ന് നമ്മൾ സംശയിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് വളരെ കൂടുതൽ ആശ്വാസം നൽകുന്നു എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഉത്തരവുകളൊന്നും അല്ലെങ്കിലും സമാനമായ നിരീക്ഷണങ്ങളിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സുപ്രീം കോടതി പറഞ്ഞത്, ഹൈക്കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്, ഞങ്ങളിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ ഞങ്ങൾ വീഴ്ച വരുത്തലായിരിക്കുമെന്നാണ്. ഇത്തരം പരാമർശങ്ങൾ നടക്കുന്നത് ഭാഗ്യവശാൽ നല്ലതാണ്. ഇനിയൊക്കെ നമ്മുടെയൊക്കെ ഒരു പേടി ഇത്തരം നടപടികൾ നടത്തുന്നവരെ ഈ ഭാഗത്ത് നിന്നൊക്കെ എടുത്തു മാറ്റുമോ എന്നുള്ള കാര്യത്തിലൊരു ചെറിയ ആശങ്ക ഇപ്പോഴും അഭിഭാഷകർ എന്ന നിലയിലൊക്കെ ഞങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ജുഡീഷ്യറി ഒരു ഇന്ത്യൻ പൗരന്റെ അവസാന അഭയമാണ്. പ്രതീക്ഷിക്കുന്നത്, നടപ്പാകേണ്ടത് ജഡ്ജിമാരുടെ നിർഭയമായ നിലപാടാണ്, നടപടികളാണ്. വ്യക്തികളുടെയോ സർക്കാരിന്റെയോ താൽപര്യത്തിനൊത്തല്ലാതെ നിഷ്പക്ഷമായി പ്രവർത്തിക്കും ജുഡീഷ്യറി എന്ന ഒറ്റ വിശ്വാസമാണ് എല്ലാ അനീതികളിലും നിയമത്തെ കയ്യിലെടുക്കാതിരിക്കാൻ ജനത്തെ തടഞ്ഞു നിർത്തുന്നത്. അവിടെയും ഇടപെടലുകളുടെ എണ്ണം കൂടുമ്പോൾ കെടുന്നത് നീതിന്യായ സംവിധാനത്തിന്റെ ശോഭയാണ്. അഭയമില്ലാത്തവർ ഉറ്റുനോക്കേണ്ടത് ഇനി എന്ത് നീതിയാണ്?